അപ്പോൾ വെൽക്കം. ഇത് മൂവി സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇന്ന് നമ്മുടെ അവതാർ ഫയർ ആൻഡ് ആഷ് ഇന്ന് UAE റിലീസായി. നാളെയാണ് ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും പടം എങ്ങനെയാണ് എന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിത് 3D കാണണോ അതോ സ്റ്റാൻഡേർഡ് നോർമലിൽ കാണണോ? എൻ്റെ അഭിപ്രായത്തിൽ ഇതെന്തായാലും നിങ്ങളുടെ അടുത്ത് IMAX ഉണ്ടെങ്കിൽ IMAXിൽ തന്നെ കാണുക. അതേപോലെ തന്നെ 3D തന്നെ ചൂസ് ചെയ്യുക. മോസ്റ്റ് ഓഫ് 3D ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തതാണ് ആൾക്കാർക്ക്. കാരണം ഒരു രസം ഉണ്ടാവില്ല. കുറേ മൂവീസൊക്കെ ഒന്ന് ഡാർക്കിലായിരിക്കും. ഡാർക്കിലൊന്നും നമ്മുടെ സ്പൈഡർമാൻ്റെ ലേറ്റസ്റ്റ് ഇറങ്ങിയത് കണ്ടത് 3Dയിലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര മോശമായിരുന്നു. അത് ഓൾറെഡി കുറേ ഡാർക്ക് സീൻസൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ തന്നെ ഒരു സുഖമില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, ഫുള്ള് വെളിച്ചത്തിലാണ് ഫുൾ മൂവി. അപ്പോൾ നമുക്ക് നല്ല രസത്തിൽ കാണാം. പിന്നെ 3D അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്ലോയിലിരുന്ന് നമുക്ക് എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും 3Dയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇനി കുറച്ച് സ്പോയിലേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ പടം ഒരു ആവറേജ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ കഥയൊക്കെ നമുക്ക് ഏകദേശം എല്ലാം സെയിം പോലെ തന്നെ ഇതും. അപ്പോൾ ഇനിയുള്ളത് ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് കഥേനെ പറ്റിയാണ്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുക, ലൈക്ക് അടിക്കുക, പോവുക. നമ്മൾ സെക്കൻഡിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് അതേ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു ഇതാണ് ഈ പാർട്ട്. ഇതിൽ 2 വില്ലൻ സംഭവങ്ങളാണുള്ളത്. ഒന്ന് ആഷായിട്ട് കാണിക്കുന്ന ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതേപോലെ നമ്മുടെ നാവി. അപ്പോൾ അതിൽ ഈ ആഷ് ആൻഡ് ഫയർ ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആവണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോൾക്കനൻ്റെ അടുത്തുണ്ടായിരുന്നൊരു ക്ലാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇറപ്ഷൻ കാരണം ആ ക്ലാൻ മൊത്തം വൈപ്പ് ഔട്ടായി. അപ്പോൾ അവരെ രക്ഷിച്ചില്ല എന്ന് ഉള്ളൊരു സംഭവം കൊണ്ട് അവിടെ നിന്നൊരു ഹെയ്റ്റ് ക്രിയേറ്റായി ഈവയിൽ നിന്ന് മാറി നിൽക്കുന്നൊരു വിഭാഗം. അതാണ് ഒരു കൂട്ടം. പിന്നെ നമ്മുടെ നോർമൽ കേണലിൻ്റെ സെറ്റപ്പ്, അവർ സെയിം നമ്മുടെ ആ ഫിഷിൽ നിന്നുള്ള ആ ലിക്വിഡ് കളക്ട് ചെയ്യാനായിട്ട് അവർ അതിൻ്റെ പിന്നാലെ നടക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഫുൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫാമിലി മൂവിയിലേക്ക് ഈ പടം അങ്ങനെ പോവുകയാണ്. നമുക്ക് പുതിയതായിട്ട് കാണാനുള്ളൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നില്ല. നമ്മൾ സെക്കൻഡിൽ എങ്ങനെയാണോ കണ്ടത് അതേ സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് ഈ തേർഡിലും കാണാനുള്ളത്. നമുക്ക് എന്തെങ്കിലും പുതിയത് ഡിസ്കവർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പുതിയ ക്രീച്ചേഴ്സ്, പുതിയ വെറൈറ്റിയുള്ള ക്രീച്ചേഴ്സ് കുറേ വരുമ്പോൾ നമുക്കതൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് പാർട്ട് നമ്മൾ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കുണ്ടാവില്ല. അത്രയും പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് പാർട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വേൾഡിലേക്ക് ആദ്യമായിട്ട് എൻ്റർ ചെയ്തതായിരുന്നു ആ ടൈമിൽ. അതുപോലെ കുറേ ക്രീച്ചേഴ്സ് ഉണ്ടായിരുന്നു പുതിയത്. പിന്നെ സെക്കൻഡിൽ വന്നപ്പോഴും പുതിയ ക്രീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തേർഡിലായപ്പോൾ സെയിം, അത് നമ്മൾ ഫസ്റ്റിൽ കണ്ട ക്രീച്ചേഴ്സും ഈ സെക്കൻഡിലുള്ള ക്രീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു പുതിയൊരു വേൾഡ് ബിൽഡിങ്ങോ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല പടം. അപ്പോൾ നമ്മൾ കണ്ടത് തന്നെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ സംഭവം സെയിം. അവർ വരുന്നു, ഇവർ പ്രതിരോധിക്കുന്നു, അവിടെ അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നു, അതിൽ വിജയിക്കുന്നു. ഇതാണ് സംഭവം. സെയിം ഫസ്റ്റിൽ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ തേർഡും. അപ്പം കഥ വൈസൊന്നും നമുക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ഒരു ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വരുന്നു, അത്രയാണ് എനിക്ക് പടത്തിനോട് തോന്നുന്നത്. അപ്പോൾ ഒരു ആവറേജ് പടം. പക്ഷേ തിയേറ്ററിലിരുന്ന് നമുക്ക് കണ്ടിങ്ങനെ ഇരിക്കാം, അങ്ങനെ ഒരു പടം.
അപ്പോൾ 3Dയും കൂടി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ 3D കാണാൻ നോക്കുക. കാണുന്നവർ ഇതൊരു ഡീഗ്രേഡിങ് ആയിട്ട് കാണണ്ട, അത്ര പ്രതീക്ഷയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു പടം ഇങ്ങനെ കണ്ടിരിക്കാം നമുക്ക്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എൻജോയ്മെൻറ്റ് വരണ്ടേ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനിയും ഇതേപോലെ UAE ഫസ്റ്റ് ടൈം റിലീസ് വരുന്ന പടങ്ങളുടെയൊക്കെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അതുവരെയ്ക്കും ബൈ.